റിലീസാക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് ലൂസിഫർ കാണാൻ വേണ്ടിയിട്ട് ഇത്ര വർഷത്തിന് മുമ്പാണ് അന്ന് കാണാൻ വേണ്ടിയിട്ട് പോയത് ഇവിടെ ഡോളർ തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്ററിലാണ്. അന്നേരം ഞാൻ മോൺട്രിയലായിരുന്നു, കാനഡയിലെ മോൺട്രിയലായിരുന്നു. മോൺട്രിയൽ അടിപൊളി സിറ്റിയൊക്കെയാണ്, അവിടെ എന്തോ ഒരു അടിപൊളി തിയേറ്റേഴ്സൊക്കെയാണ്. ആ മോൺട്രിയൽ ഡോളർ തിയേറ്റർ എന്ന ഈ തിയേറ്ററിന് അറിയപ്പെടുന്ന, അതായത് $2 അന്ന് $1 എങ്ങാണ്ടും കൊടുത്താൽ കുറേ റിലീസായി പോയി കഴിഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഇല്ലേ, പണ്ടൊക്കെ റിലീസായി പോയത് അവരിങ്ങനെ ചുമ്മാ ഓടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ടൈം പാസിന് പോകേണ്ടവർക്ക് $1 കൊടുത്താൽ അവിടെ പോയി ആ സിനിമ കാണണം. അങ്ങനത്തെ തിയേറ്ററിൽ ലൂസിഫർ റിലീസായപ്പോഴത്തേക്ക് ഞാൻ $14 കൊടുത്ത. ആ $14 തന്നെയാണ് നമ്മൾ സിനിപ്ലെക്സിലും കൊടുക്കേണ്ടത്. ആ പൈസ കൊടുത്തിട്ടാണ് ഞാനിവിടെ സിനിമ കാണാൻ പോയത്. ഇന്നും അത് തന്നെ, ഇന്ന് $16 എന്നിട്ടും അതേപോലെ തന്നെ തിയേറ്ററിൽ ആണ് റിലീസാക്കുന്നത്. ഈ $16 നമ്മൾ സിനിപ്ലെക്സിലും കൊടുക്കേണ്ടത്. ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളുടെ കേരളത്തിലുള്ള നിർമ്മാതാക്കളുടെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയും അടുത്തൊന്ന് എത്തിക്കുക. കാരണം നമുക്കും ആഗ്രഹമുണ്ട് നല്ല തിയേറ്ററിൽ പോയി നല്ല സിനിമ കാണണമെന്ന്. എല്ലാ തിയേറ്ററിലും റിലീസാക്കൂ, അങ്ങനെ ഒരു പെർമിഷൻ, അങ്ങനെ ഒരു മാൻഡേറ്ററി ഒരു കാര്യം വെക്കുക. ഈ പന്ന തിയേറ്ററിൽ കാണാൻ പോകാൻ ആഗ്രഹമുള്ളവർ അവിടെ പോയി കണ്ടോട്ടെ, സിനിപ്ലെക്സിൽ കാണാൻ ആഗ്രഹമുള്ളവർ അവിടെ പോയി കണ്ടോട്ടെ. ഇതങ്ങനെയല്ല, നമ്മളെ ഇങ്ങനെ ഒരുമാതിരി കമ്പൽ ചെയ്ത് ഫോഴ്സ് ചെയ്ത് വെച്ചിരിക്കുമോ, നിങ്ങൾക്ക് വേറെ എവിടെയും പോയി കാണാൻ പറ്റത്തില്ല, നിങ്ങൾ ഇവിടെ തന്നെ വന്ന് കാണണം. അതായത് ഇവർക്ക് ഇവിടുന്ന് കുറച്ച് പൈസ കൊടുത്ത് ആ സിനിമ അവിടെ റിലീസാക്കാൻ പറ്റും, ഇത്രയും പൈസ അവർക്ക് ലാഭവും കിട്ടും. ഈ കൊള്ളലാഭം എന്തിനാണ് ഈ കാലത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്? എല്ലാവരും ഏൺ ചെയ്യുന്നത് ഭയങ്കര ഹാർഡ് വർക്കിലൂടെ തന്നെയാണ്. ഇത് ഭയങ്കര ഒരു അനീതിയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് പറയണം തോന്നി, എനിക്കധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു വളരെ ചെറിയൊരു ചാനലായിരുന്നത്. പക്ഷേ ഈ സാധനം, ഈ മെസ്സേജ് എല്ലായിടത്തും ഒന്ന് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന സിനിമയെങ്കിലും നമുക്ക് നല്ല തിയേറ്ററിൽ പോയി എല്ലാവർക്കും കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, 3-4 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടൊക്കെയാണ് ആൾക്കാർ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതേ പക്ഷം സിനിപ്ലെക്സിൽ റിലീസ് ആവണമെങ്കിൽ എല്ലാവർക്കും ഇമീഡിയറ്റ്ലി പോയി കാണാം. പൈസയ്ക്ക് വ്യത്യാസമില്ല, ഞങ്ങൾ ടിക്കറ്റിന് കൊടുക്കുന്ന പൈസ സിനിപ്ലെക്സിൽ കൊടുക്കുന്ന പൈസയും ഇവിടെ കൊടുക്കുന്ന പൈസയും സെയിം ആണ്. എന്നാൽ ബാഡ് ക്വാളിറ്റി എക്സ്പീരിയൻസും ഭയങ്കര ടെറിബിളാണ്. ഇതൊരുമാതിരി കാനഡയിൽ ഉള്ളവരിങ്ങനെ ഇങ്ങനെ ചെയ്താൽ, നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമാണ്, ഭയങ്കര മോശം. ഇങ്ങനത്തെ തിയേറ്ററിലാണോ നമ്മൾ ഇത്രയും നല്ല സിനിമ കാണിക്കാൻ നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ഭയങ്കര ഇതാണ്. പറയാൻ പറ്റത്തില്ല. ലൂസിഫർ സിനിമ കാണാൻ പോയത് ഇന്ത്യൻസിനെ പോലും അല്ല ഞാൻ കൂട്ടിക്കൊണ്ടുപോയത്, ഒരു ഫ്രഞ്ച് ലേഡി ആയിരുന്നു എൻ്റെ ഫ്രണ്ട് അന്നേരം. അവരുമായിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോയത്. ഹൗസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഈ അന്ന് മോൺട്രിയൽ ആ സിനിമ റിലീസ് ആവുന്നത്, മോൺട്രിയൽ